ഹലോ, ഞാൻ കുംഭമേളക്ക് പോയപ്പോഴേ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റായിട്ടും മെസ്സേജ് അയച്ചിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഈ കുംഭമേള? അത് അറിയാത്തവരായിരിക്കാം. പിന്നെ അതുമാത്രമല്ല, എങ്ങനെയാണ് പോകാൻ പറ്റുക, ഈസി ആയിട്ട് എങ്ങനെയാണ് അവിടെ പോയി വരികയെന്ന്. അപ്പോൾ നമ്മൾ വടകര, കുറ്റ്യാടി, കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രെയിനിൽ നല്ല അഫോർഡബിൾ ആയിട്ട് പോയി വരാം കേട്ടോ. അധികം എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ കുറ്റിപ്പുറം, തിരൂര്, തിരുനാവായയാണ് സ്റ്റോപ്പ് വരുന്നത്. എല്ലാ ട്രെയിനും തിരുനാവായ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറ്റിപ്പുറം അല്ലെങ്കിൽ തിരൂരോ ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കടലുണ്ടി വരെ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അവിടുന്ന് നമ്മൾ ബസ്സിന് പോവുകയാണ് ചെയ്തത്. ബസ്സാണെങ്കിലും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നത് ട്രെയിനിനായിരുന്നേ. പിന്നെ നമുക്ക് എന്താണ് കുംഭമേള എന്നതിനെ പറ്റി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാഘമാസത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പരശുരാമൻ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ നിലാനദിയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ചിട്ടൊരു യാഗം നടത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലാനദിയിലേക്ക് ആ സമയത്ത് ഈ മാസങ്ങളിൽ സപ്തനദികളും ഗംഗാ നദിയും കൂടെ ഒഴുകി വരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നതാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുംഭമേളേൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാലാഴി കടഞ്ഞ് അമൃത് ലഭിച്ച സമയത്ത്, അതായത് ദേവന്മാരും അസുരന്മാരും അതിന് വേണ്ടിയിട്ട് പോരാടിയപ്പം അമൃത് 4 സ്ഥലങ്ങളിലായിട്ട് വീണു എന്നും ആ 4 സ്ഥലങ്ങളിലാണ് പിന്നീട് കുംഭമേളയായിട്ട് ആചരിക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അർദ്ധ കുംഭമേള, മഹാകുംഭമേള, കുംഭമേള, പൂർണ്ണ കുംഭമേള, അങ്ങനെ പല രീതിയിൽ ഈ കുംഭമേള നടക്കുന്നുണ്ട് കേട്ടോ. തിരുനാവായ കുംഭമേള കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ തന്നെ പോയി സ്നാനമൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് നില ആരതി കാണണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 6:30, 6:45 തൊട്ട് 7:30, 7:45 വരെയൊക്കെയാണ് കേട്ടോ നില ആരതി ഉണ്ടാവുക.